പ്രാവശ്യം നമ്മൾ പറഞ്ഞത് തസ്ഫിയത്തുൽ ഖൽബി വ തഫ്രീഖുൽ ഹമ്മി ലില്ലാഹി തആല. ഹൃദയവിശുദ്ധിയിലൂടെ അള്ളാഹുവിലേക്ക് എത്തലാണ് നോമ്പിന്റെ ലക്ഷ്യം. ഏതൊരു ഇബാദത്ത് കൊണ്ടും ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിലേക്ക് എത്തൽ തന്നെയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യനെ തെറ്റിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന നമ്മുടെ ശത്രുവാണ് പിശാച്. പിശാചിനെ ഒതുക്കലിലൂടെയാണ് മനുഷ്യന് വിജയിക്കാൻ കഴിയുന്നത്. മഹാന്മാര് പറയാറുണ്ട്, മല്ലാലഹു ഷെയ്ഖുൻ ഫഷെയ്ഖുഹു ഷെയ്ത്താൻ. ഒരു മനുഷ്യന് ഒരു ആത്മീയ ഗുരു ഷെയ്ഖ് ഇല്ല എങ്കിൽ അവന്റെ ഷെയ്ഖ് ഷെയ്ത്താനായിരിക്കും. ഇനി ഷെയ്ഖിനെ കിട്ടിയവർക്ക് തന്നെ അവന്റെ ആത്മീയ യാത്രയിൽ അവന് വിജയം നേടണമെങ്കിൽ അതിന് സഹായകമാകുന്ന കർമ്മങ്ങളിൽ മഹാന്മാരായ മശായിഖുമാർ നിർദ്ദേശിക്കുന്ന ഒന്നാണ് നോമ്പ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. മനുഷ്യരുടെ ഹൃദയങ്ങളുടെ മേൽ ശൈത്താന്മാർ മറയിടാതിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂത്തിസ് സമാവാത്ത്. ആകാശ സാമ്രാജ്യങ്ങളിലേക്ക്, ആലം മലക്കൂത്തിലേക്ക്, അദൃശ്യ ലോകത്തേക്കുള്ള കണ്ണ് മനുഷ്യന് തുറന്നു കിട്ടിയേനെ. അദൃശ്യലോകം കാണാൻ ഹൃദയത്തിന്റെ കണ്ണാണ് തുറന്നു കിട്ടേണ്ടത്. ശൈത്താന്മാരാണ് അതിന് തടസ്സം സൃഷ്ടിക്കുന്നത്, പിശാചുക്കളാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പിശാചിനെ ഒതുക്കാൻ പറ്റുന്ന വലിയൊരു ആയുധമാണ് നോമ്പ്. കാരണം ഫൈന വസീലത്ത ശൈത്താനി അശ്ശഹവാത്തു. മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പിശാചിനുള്ള ഒരു വസീല മാർഗമാണ് മനുഷ്യനുള്ള ഷഹവാത്തുകൾ, ഇച്ഛകൾ. ഭക്ഷണം കഴിക്കണമെന്നും ഉറങ്ങണമെന്നും അതുപോലെ ബോഹിക്കണമെന്നുമുള്ള മനുഷ്യന്റെ ഇച്ഛകൾ, അതിലൂടെയാണ് പിശാച് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഈ ഷഹവാത്തുകൾക്ക് ശക്തി ലഭിക്കുന്നത് ബിൽ അക്കിലി വശുർബി. ഒരു മനുഷ്യനുള്ള ഷഹ്വത്തിന് ശക്തി കൂടുന്നത് ഭക്ഷണ പാനീയങ്ങളിലൂടെയാണ്. കാരണം ഭക്ഷണം കൂടുതലായി കഴിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കൂടും. ഈ രക്തത്തിലൂടെയാണ് പിശാച് സഞ്ചരിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം. പിശാച് മനുഷ്യനിലൂടെ സഞ്ചരിക്കുന്നത് അവന്റെ ബ്ലഡിലൂടെയാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫളയ്യഖു മജാരിയഹു ബിൽ ജൂഅ്. ആയതുകൊണ്ട് ഇബ്ലീസിന്റെ സഞ്ചാര വഴികളെ നിങ്ങൾ വിശപ്പ് കൊണ്ട് കുടുസാക്കൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ഗസാലി ഇമാം പറഞ്ഞു വരുന്നത്, ഇബ്ലീസിനെ ഒതുക്കാൻ അവന്റെ സഞ്ചാര മാർഗങ്ങളാകുന്ന രക്തം സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ അത് ഇടുക്കമാക്കലാണ്. അതിനുള്ള വഴി ഭക്ഷണം കുറയ്ക്കലാണ്. നോമ്പിലൂടെ ഭക്ഷണം സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ കുറവ് വരുത്തുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് സാധാരണയേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ നോമ്പിന്റെ യഥാർത്ഥ ഫലത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. യുവാക്കളുടെ സമൂഹമേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള വകയുണ്ടെങ്കിൽ ഫല്യതസവ്വജ്. വിവാഹം കഴിക്കാൻ ഓരോ യുവാക്കളും തയ്യാറാകട്ടെ. ഫഇന്നഹു അഗ്ളു ലിൽ ബസരി വ അഹ്സനു ലിൽ ഫർജ്. അവന്റെ ഗുഹ്യസ്ഥാനത്തിനും അവന്റെ കണ്ണിനും ഒക്കെ സംരക്ഷണം നൽകുന്ന കർമ്മമാണ് വിവാഹം. അമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം. ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള വകയില്ലെങ്കിൽ അയാൾ നോമ്പെടുക്കട്ടെ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഫഇന്നഹു ലഹു വിജാ. നോമ്പ് അവന്റെ ശരീരേച്ഛകളെ ഒതുക്കാനുള്ള ഒരു പരിചയമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹിയയിൽ നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ആലം മലക്കൂത്തിലേക്കുള്ള നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മുടെ ശത്രുവായ ഇബ്ലീസിനെ ഒതുക്കണം. ഇബ്ലീസ് സഞ്ചരിക്കുന്നത് നമ്മുടെ ബ്ലഡിലൂടെയാണ്. ശരീരത്തിലുള്ള ബ്ലഡിന്റെ അളവ് കുറയുക എന്നത് അത് ഇബ്ലീസിന്റെ സഞ്ചാര വഴികളെ കുടുസാക്കലാണ്. ആയതുകൊണ്ട് വ്രതാനുഷ്ഠാനത്തിലൂടെ ഇബ്ലീസിന്റെ സഞ്ചാര മാർഗങ്ങളെ കുറയ്ക്കുകയാണ് നാം ചെയ്യുന്നത്. ആയതുകൊണ്ട് പരിശുദ്ധ റമളാൻ കൂടുതലായി
ഭക്ഷണം കഴിക്കാനുള്ള ഒരവസരം ആയി ഉപയോഗിക്കുന്ന ആളുകൾക്കൊന്നും റമദാന്റെ ശരിയായിട്ടുള്ള ഫലം കാണില്ല എന്നാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അയാൾക്ക് നോമ്പിന്റെ ആത്മാവ്, നോമ്പിന്റെ രഹസ്യം അതിലേക്ക് എത്താൻ കഴിയില്ല. അവൻ വെറുതെ പട്ടിണി കിടക്കുകയാണ്. ഈ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിനോടൊപ്പം അവൻ്റെ മറ്റ് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും അവൻ വിട്ടുനിൽക്കണം. അഥവാ വയറിന് മാത്രം നോമ്പായിരുന്നാൽ പോരാ, അവൻ്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പായിരിക്കണം എന്നാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. എങ്കിലേ അവൻ്റെ നോമ്പ് പൂർണ്ണമാവുകയുള്ളൂ. ഇതിലൂടെ പിശാചിനെ ഒതുക്കി നിർത്തുമ്പോൾ പിശാച് നമ്മുടെ ഹൃദയങ്ങളുടെ മേൽ മറയിടുന്നത് അവസാനിപ്പിക്കും. അപ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് ലനളറു ഇലാ മലക്കൂത്തി സമാവാത്ത്, ആലം മലക്കൂത്തിലേക്ക് മനുഷ്യൻ ദർശിക്കാനാവും എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിലൂടെയാണ് മനുഷ്യൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മഹാനായ ഷേഖുന സയ്യിദി മൗലാന നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിർ ചിസ്തി മഹാനവറുകളുടെ പരിശുദ്ധമായ വഴിയിൽ, തൗഹീദിന്റെ വഴിയിൽ പ്രവേശിച്ചവരാണ്. മഹാനായ ഖുതുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ ചിസ്തി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി മഹാനവറുകളുടെ പരിശുദ്ധമായി തൗഹീദിന്റെ വഴിയിൽ പ്രവേശിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ പരിശുദ്ധ വഴിയിൽ സഹായിക്കുന്ന ഒരു മാസം ആണ് വിശുദ്ധ റമദാൻ. അതിനെ സഹായിക്കുന്ന കർമ്മമാണ് നോമ്പ്. അതിന് പറ്റിയ ഏറ്റവും വലിയ ഏറ്റവും അനുഗ്രഹീത സമയങ്ങളാണ് വിശുദ്ധ റമദാനിലേത്. അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.